എല്ലാവർക്കും നമസ്കാരം. അതായത് കേരളത്തിൽ തോൽവി അംഗീകരിക്കാൻ കഴിയുന്നില്ല സി പി എമ്മിന്. അതായത് സി പി എം അടപടലം പരാജയപ്പെട്ടു. അതായത് പാർട്ടി അണികൾ പോലും മാറ്റിക്കുത്തി, പാർട്ടി അണികൾ പോലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത ഒരു അപൂർവ തെരഞ്ഞെടുപ്പാണത്. സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയും കോൺഗ്രസിൻ്റെ UDFിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ആ വിജയത്തെ അംഗീകരിക്കാൻ സി പി എമ്മിനെ കൊണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നതിൻ്റെ അന്ന് എം സ്വരാജ്, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഇട്ട പോസ്റ്റാണ് ഈ അനർഹമായ ഒരു വിജയമാണ് UDFിനുണ്ടായത്. അതായത് ഈ വിജയം അംഗീകരിക്കാൻ കഴിയുന്നില്ല. തളിപ്പറമ്പ്, പയ്യന്നൂരൊക്കെ എന്ന് പറഞ്ഞാൽ ബൂത്ത് തിരിക്കാൻ പോലും ആളില്ലാത്ത, മറ്റുള്ള പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തനത്തിന് ആളിറങ്ങാത്ത ഒരു മണ്ഡലത്തിൽ ഈ സി പി എം പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത സംഭവമാണ്. കൂടാതെ തളിപ്പറമ്പ് പോലത്തെ ഒരു മണ്ഡലത്തിൽ, അതായത് ഈ രണ്ട് മണ്ഡലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ മണ്ഡലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രൂപീകരിച്ച അന്നു മുതൽ ഇന്ന് വരെ സി പി എം അല്ലാതെ മറ്റൊരു MLA കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തൊക്കെയാണ് സി പി എമ്മിന് അടപടലം പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം പലതര ന്യായീകരണങ്ങളായിട്ട് പുറത്തു വരുന്നു. നമുക്ക് ശതമാനാടിസ്ഥാനത്തിൽ നമ്മളല്ല വിജയി, BJPയിലോട്ടാണ് അവർ ജയിച്ചത്, ഇങ്ങനെ പലതരം ന്യായീകരണങ്ങൾ പറയാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു ന്യായീകരണത്തിനും ഇടയില്ലാത്ത രീതിയിലാണ് ഇവിടെ വിജയം UDFിനുണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും വിജയം അംഗീകരിക്കാൻ കഴിയുന്നില്ല. കൂടാതെ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ പിണറായി വിജയൻ തന്നെ തുടരാനാണ് അവരുടെ ഒരു ശ്രമം നടത്തുന്നത്. കാരണം ജനവികാരം തന്നെ പിണറായി വിജയനെതിരാണ്. അപ്പോൾ പിന്നെ പിണറായി വിജയനെ ഒഴിവാക്കിയിട്ട് KN ബാലഗോപാലിനെ പോലെ ആരുടെയെങ്കിലും ആക്കി മാറി നിൽക്കേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതുപോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് സി പി എം. എന്തായാലും സി പി എം പാഠം പഠിച്ചില്ലെങ്കിൽ ഇനി തിരിച്ചു വരാനാകില്ല. കാരണം BJP 3 സീറ്റ് നേടി ഇവിടെ ഒരു സൈഡിൽ ഒരു പ്രതിപക്ഷമായിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ UDF വീണ്ടും അധികാരത്തിൽ വരാനും സി പി എമ്മിനേക്കാൾ സീറ്റ് നേടി BJP പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്താനുമുള്ള സാധ്യതകൾ ഇവിടെ ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് സി പി എം പാഠം പഠിച്ചേ പറ്റൂ. പാഠം പഠിച്ചില്ലെങ്കിൽ സി പി എം തൂത്തെറിയപ്പെടും കേരളത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.